അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 6-ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 9-ാമത്തെ പാഠം അദ്ദർസു താസിഅ അൽ ഹജ്ജുൽ മബ്റൂർ. ഹജ്ജിന് ഇനിയും ദിവസങ്ങളുണ്ട്. പരിശുദ്ധ മക്കയിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ജബലുന്നൂരിലെ ഹിറാ ഗുഹ, തൗർ ഗുഹ, ജന്നത്തുൽ മുഅല്ലയിൽ ഖദീജ ബീവിയുടെ മഖ്ബറ എന്നിവ ഞങ്ങൾ സിയാറത്ത് ചെയ്തു. തവാഫുകൾ ധാരാളം ചെയ്തു. 50 തവാഫ് ചെയ്താൽ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപമില്ലാത്തവനായി തീരുമെന്ന് ഹദീസിലുണ്ട്. തിരക്കൊഴിഞ്ഞ സമയങ്ങളിൽ മതി വരുവോളം അൽ ഹജറുൽ അസ്വദ് ചുംബിച്ചു. ഹജ്ർ ഇസ്മായിലിൽ വെച്ച് നിസ്കരിച്ചു. ദുൽഹിജ്ജ 8 ഞങ്ങൾ ഹജ്ജിന് ഇഹ്റാം ചെയ്തു. നവീത്തുൽ ഹജ്ജ വഹറംതു ബിഹി ലില്ലാഹി തആല. ടെൻറ്റുകളുടെ നഗരമായ മിനായിലേക്ക് നീങ്ങി. തൽബിയത്ത് കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. അന്ന് മിനായിൽ രാപ്പാർത്തു. പിറ്റേന്ന് ദുൽഹിജ്ജ 9 പുലർച്ചെ ഞങ്ങൾ അറഫയിലേക്ക് നീങ്ങി. ഹാജിമാർ ഒരു പാൽക്കടൽ പോലെ അറഫയിലേക്ക് ഒഴുകുന്നു. ആഫ്രിക്കക്കാർ, ഏഷ്യക്കാർ, യൂറോപ്യർ, അമേരിക്കക്കാർ, അറബികൾ, ഇന്ത്യക്കാർ, ഇന്തോനേഷ്യക്കാർ, ബംഗ്ലാദേശികൾ, വിവിധ ഇടങ്ങളിലും രാജ്യങ്ങളിലുമുള്ളവർ, വിവിധ വർണ്ണങ്ങളിലുള്ളവർ, അനേകം ഭാഷ സംസാരിക്കുന്നവർ, പാവപ്പെട്ടവർ, പണക്കാർ, ഭരണാധികാരികൾ, പ്രജകൾ എല്ലാവരും ഒരേ വേഷത്തിൽ ഒരേ മന്ത്രത്തിൽ ഏകനായ അല്ലാഹു തആലയുടെ ദിക്റിലായി അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങൾ അറഫയിലെ ജബലുർ റഹ്മ കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ദുആ ചെയ്തിട്ടുണ്ട്. അറഫയിൽ വെച്ചുള്ള ദുആ അല്ലാഹു തആല സ്വീകരിക്കും. ദിക്റുകൾ ചൊല്ലി, ഖുർആൻ ഓതി, കരളുരുകി ധാരാളം പ്രാർത്ഥിച്ചു. മഗ്രിബിന് ശേഷം മുസ്ദലിഫയിലേക്ക് പോയി. അറഫയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണത്. അവിടെ പാതിരാത്രിക്കു ശേഷം അല്പം രാപ്പാർത്തു. അവിടെ നിന്ന് ജംറകളെ എറിയാനുള്ള കല്ലുകൾ ശേഖരിച്ചു. ദുൽഹിജ്ജ 10 രാവിലെ വീണ്ടും മിനായിലേക്ക് നീങ്ങി. ജംറത്തുൽ അഖബയുടെ അടുത്തെത്തി. തക്ബീർ മുഴക്കി 7 കല്ലെറിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും സ്മരണകൾ അയവിറക്കി. ബലികർമ്മം നടത്തി മുടി കളഞ്ഞു. മക്കയിലെത്തി. തവാഫും സഅയും ചെയ്തു. ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായി. ഒരു മഹാകർമ്മം ചെയ്ത ചാരിതാർത്ഥ്യം, ഒരു പുതു ജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രതീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുറ്റമറ്റ ഹജ്ജ് ചെയ്താൽ നവജാത ശിശുവിനെ പോലെ പാപരഹിതനാവും. പിന്നെ ഞങ്ങൾ മിനായിലേക്ക് മടങ്ങി. അയ്യാമുത്ത് തശ്രീഖ് ദിവസങ്ങളിൽ മിനായിൽ രാപ്പാർത്തു. 3 ദിവസവും 3 ജംറകളെ എറിഞ്ഞു. പിന്നീട് തവാഫുൽ വിദാ ചെയ്തു. പരിശുദ്ധ കഅബയോട് വിട പറയുന്ന സങ്കടം എല്ലാവർക്കും മുഖത്ത് പ്രകടമായിരുന്നു. റബ്ബേ, വീണ്ടും എന്നെ ഈ പുണ്യഭൂമിയിൽ എത്തിക്കണമേ. പരിശുദ്ധ കഅബയെ നോക്കി ഹാജിമാർ ഖൽബ് പൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇബ്രാഹിം ഹാജിയുടെ ഡയറി 2. വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജ് വേളയിൽ തർക്കം പാടില്ല. ഇനി അതിൻ്റെ വർക്ക് നമുക്ക് നോക്കാം. അദ്ദർസു താസിഅ 9-ാമത്തെ പാഠം അൽ ഹജ്ജുൽ മബ്റൂർ. 1-ാമത് കാണാൻ നക്തുബ് എഴുതുക. 1. പരിശുദ്ധ മക്കയിലെ പുണ്യ സ്ഥലങ്ങളും സന്ദർശന കേന്ദ്രങ്ങളും രേഖപ്പെടുത്തുക. ജബലുന്നൂരിലെ ഹിറാ ഗുഹ, തൗർ ഗുഹ, ജന്നത്തുൽ മുഅല്ലയിലെ ഖദീജ ബീവിയുടെ മഖ്ബറ, അതുപോലെ തന്നെ കഅബ, മുസ്ദലിഫ, അറഫ, ജംറത്തുൽ അഖബ, ഇബ്രാഹിം മഖാം, സഫ, മർവ. ഇനി അടുത്തത് കാണാം. നെസ്സിലു ചേരുംപടി ചേർക്കുക. 2. 1 അറഫ, ഡി ആണ് ഉത്തരം, ജബലുർ റഹ്മ. 2 ജന്നത്തുൽ മുഅല്ല, ഉത്തരം ഇ ആണ്, ഖദീജ ബീവിയുടെ ഖബർ. 3 ജബലുന്നൂർ, എ ഹിറാ ഗുഹ. 4 മിന, സി ആണ് ഉത്തരം, ജംറത്തുൽ അഖബ. 5 ജബൽ തൗർ, ബി ആണ് ഉത്തരം, തൗർ ഗുഹ. ഇനി അടുത്തത് കാണാം. ഹജ്ജിന് ഇഹ്റാം ചെയ്തു, സി ആണ് ഉത്തരം, ദുൽഹിജ്ജ 8. മിനായിൽ രാപ്പാർത്തു, ബി ആണ് ഉത്തരം, ദുൽഹിജ്ജ 9-ാം രാവ്.
3 അറഫയിൽ സംഗമിച്ചു. ഈ ആണുത്തരം ദുൽഹിജ്ജ 9. 4 മുസ്ദലിഫയിൽ രാപ്പാർത്തു. ആണുത്തരം ദുൽഹിജ്ജ 10-ാം രാവ്. 5 ജംറത്തുൽ അഖബയെ എറിഞ്ഞു. ആണുത്തരം ദുൽഹിജ്ജ 10. ഇനി മൂന്നാമത്തെ വർക്ക് കാണാൻ നുഅയ്യിനുൽ മവാദിയ ഫിൽ ഖരീത്തുത്തി. ആ മാപ്പിൽ കാണുന്ന സ്ഥലങ്ങൾ വ്യക്തമാക്കുക. ജിദ്ദ, മക്കത്തുൽ മുക്കറമ, മസ്ജിദുൽ ഹറാം, അറഫ, മിന, മുസ്ദലിഫ, ജബലുന്നൂർ, തൻഈം, ജിറാന. നാലാമത്തെ വർക്ക് കാണാൻ നുബയ്യിൻ വ്യക്തമാക്കുക. 1 ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ക്രമത്തിൽ വിവരിക്കുക. ദുൽഹിജ്ജ 8 ഞങ്ങൾ ഹജ്ജിന് ഇഹ്റാം ചെയ്തു. നവൈത്തുൽ ഹജ്ജ വഹറംതു ബിഹി ലില്ലാഹി തആല ടെൻ്റുകളുടെ നഗരമായ മിനായിലേക്ക് നീങ്ങി. തൽബിയത്ത് കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. അന്ന് മിനായിൽ രാപ്പാർത്തു. പിറ്റേന്ന് ദുൽഹിജ്ജ 9 പുലർച്ചെ ഞങ്ങൾ അറഫയിലേക്ക് നീങ്ങി. ഞങ്ങൾ അറഫയിലെ ജബലുർ റഹ്മയിൽ കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ദുആ ചെയ്തിട്ടുണ്ട്. അറഫയിൽ വെച്ചുള്ള ദുആ അല്ലാഹു തആല സ്വീകരിക്കുകയും ദിക്റുകൾ ചൊല്ലി ഖുർആൻ ഓതി കരളൊരുക്കി ധാരാളം പ്രാർത്ഥിച്ചു. മഗ്രിബിന് ശേഷം മുസ്ദലിഫയിൽ പോയി. അറഫയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് ഇത്. അവിടെ പാതിരാത്രിക്കു ശേഷം അല്പം രാപ്പാർത്തു. അവിടെ നിന്ന് ജംറകളെ എറിയാനുള്ള കല്ലുകൾ ശേഖരിച്ചു. ദുൽഹിജ്ജ 10 രാവിലെ വീണ്ടും മിനായിലേക്ക് നീങ്ങി. ജംറത്തുൽ അഖബയുടെ അടുത്തെത്തി തക്ബീർ മുഴക്കി 7 കല്ലെറിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും സ്മരണകൾ അയവിറക്കി. ബലികർമ്മം നടത്തി. മുടി കളഞ്ഞു. മക്കയിലെത്തി. തവാഫും സഅയും ചെയ്തു. ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായി. 5ാമത്തെ വർക്ക് തഖ്സീസ് കാണാം. 1 ഹജ്ജുമായി ബന്ധപ്പെട്ട ദിക്റുകൾ ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. 2 ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന ദിവസങ്ങൾ കലണ്ടറിൽ അടയാളപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.